ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ നമ്മൾ മേഘ മൽഹാറിൻ്റെ അടുത്ത എപ്പിസോഡ് കേട്ട് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരിക്കുകയല്ലേ. കൃഷ്ണ ശാരി പറഞ്ഞ ഓരോ വാക്കും മനസ്സിലിട്ട് കൂട്ടിയും കുഴിച്ചും അളന്നും തൂക്കിയും നോക്കി. കാര്യകാരണ സഹിതം കൂട്ടിയും കിഴിച്ചും വെട്ടിയും തിരുത്തിയും അവസാനം അവൾക്ക് മുന്നിൽ ഒരു ഉത്തരം തെളിഞ്ഞു വന്നു. ആ ഉത്തരം ശ്രീയായിരുന്നു. പക്ഷേ അത്ര പെട്ടെന്ന് ആ ഉത്തരത്തെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ അവളുടെ മനസ്സ് തയ്യാറായില്ല. അതായിരുന്നു അപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ അവൾ തൻ്റെ മനസ്സുകൊണ്ട് എപ്പോൾ അംഗീകരിക്കുന്നു അതുവരെ കാത്തിരിക്കാൻ നമ്മുടെ ശ്രീ തയ്യാറാണല്ലോ. കാരണം അവൻ്റെ ഉള്ളിൽ കൃഷ്ണ എന്നൊരു വ്യക്തി മാത്രമേ ഉള്ളൂ. അവൾക്ക് പകരം ശ്രീയെ സംബന്ധിച്ച് വേറൊന്നില്ല. കൃഷ്ണ ചഞ്ചലപ്പെടുന്ന തൻ്റെ മനസ്സിനെ എടുക്കാൻ വല്ലാതെ പാടുപെട്ടു. ഒരു ത്രാസ് മുസാഫറും മറ്റൊന്ന് ശ്രീകുട്ടനും. രണ്ടിൽ ആരെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് കൃഷ്ണയാണ്. കാരണം ആ തീരുമാനം അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അതവിടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുക കൂടി ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നല്ലൊരു തീരുമാനമെടുക്കേണ്ടത് കൃഷ്ണയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. രണ്ട് തെറ്റിൽ മുസാഫറിനെയും സ്ത്രീയെയും വെച്ച് തൂക്കിയിട്ട് എന്തു ചെയ്യാൻ? സ്ത്രീ നിൽക്കുന്ന തട്ടാണ് പൊങ്ങി നിൽക്കുന്നത്. അതിനർത്ഥം എന്താണ്? താൻ സ്ത്രീയത്തിനെ സ്വീകരിക്കണമെന്നാണോ? അവൾ തന്നോട് തന്നെ ചോദിച്ചു. അതിനവൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞതേയില്ല. കാരണം മുസാഫർ ഇപ്പോഴും കൃഷ്ണയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല. കൃഷ്ണ കുഞ്ഞ് നഷ്ടമായതോടെ ആ സത്യം മുസാഫിനോട് പറയാൻ മടിച്ചിട്ട് അവളും കൃഷ്ണയും മുസാഫിനോടൊരു അകലെ വിടുകയും മുസാഫിനെ കോണ്ടാക്ട് ചെയ്യാറുമില്ല ഇപ്പോൾ. പക്ഷേ താൻ ഇങ്ങനെ ഒരു കാര്യമുണ്ടായത് കൊണ്ടല്ലേ ഇക്കാനെ വിളിക്കാൻ ധൈര്യപ്പെടാത്തത്. പക്ഷേ ഇക്കാക്ക് എന്തു പറ്റി? ഇക്ക എത്ര പെട്ടെന്ന് താനെന്ന വ്യക്തിയെ മറന്നു തുടങ്ങിയോ? അതുകൊണ്ടാണോ തന്നെ വിളിക്കാത്തത്? ഒരു മെസ്സേജെങ്കിലും അയക്കാലോ. അപ്പോൾ അതിനർത്ഥം എന്താണ്? തന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി തന്നെ വേണ്ട എന്നാണോ മുസാഫറിൻ്റെ അല്ലെങ്കിൽ ഇക്കയുടെ തീരുമാനം? ഉള്ളു പുള്ളിപ്പിടയുന്നത് പോലെ അവൾക്ക് തോന്നി. കണ്ണീർ കവിൾത്തടങ്ങളെ വല്ലാതെ നനയിച്ചുകൊണ്ട് താഴേക്ക് നിപതിച്ചു കൊണ്ടേയിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ശ്രീയുടെ വരവ്. അവൻ വന്നതോ അവൻ്റെ അവൻ്റെ കാർ പുറത്തു വന്ന് നിന്നതോ കൊണ്ട് നിർത്തിയതോ യാതൊന്നും കൃഷ്ണ അറിഞ്ഞിട്ടില്ല. കാരണം ചിന്തകളെല്ലാം വേറെയാണ്. ചിന്തകളിൽ സ്വയം മറന്നിരിക്കുന്ന അവൾക്ക് ശ്രീ അടുത്ത് വന്നത് പോലും അറിഞ്ഞിട്ടില്ല. ശ്രീ അരികിൽ വന്ന് സ്വയം മറന്നിരിക്കുന്ന അവളെ ഒന്ന് നോക്കി. അവൾക്ക് കയ്യുയർത്തി കണ്ണീരൊന്നും തുടയ്ക്കാൻ പോലും സമയം കിട്ടിയില്ല. ശ്രീ അത് കണ്ടുകൊണ്ടാണ് വന്നത്. നിറഞ്ഞൊഴുകുന്ന അവിടെ കണ്ണുകൾ, സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടുന്ന അവിടെ മുഖഭാവം, അത് കണ്ടുകൊണ്ടാണ് ശ്രീ അങ്ങോട്ട് കടന്നു വന്നത്. ശ്രീ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് പതുക്കെ അവൾക്കരികിലായിട്ടിരുന്നു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, എന്തായിരുന്നു ഈ വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കത് അറിയുകയും വേണ്ട. പക്ഷേ ഇപ്പോൾ ഈ കണ്ണുനീർ എന്നോട് ചെയ്ത തെറ്റോർത്തിട്ടാണെങ്കിൽ എനിക്ക് കണ്ണീർ കാണണ്ട. എനിക്ക് വേണ്ടത് നിന്നെയാണ്, ശ്രീയുടെ മാത്രമായ കൃഷ്ണയെ. പറഞ്ഞതും ശ്രീ കുനിഞ്ഞ് അവിടെ നിറകിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. കൃഷ്ണ അകപ്പെട്ടതുപോലെയായി. അവൾക്ക് എഴുന്നേറ്റ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. പകരം ശ്രീ തന്നെ പുറത്തേക്ക് പോയി. നേരെ പടികേറി മുകളിൽ തൻ്റെ റൂമിൽ കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഈ നെഞ്ചിൻ കൂടിൽ വല്ലാതെ അങ്ങ് അവളെ ചേർത്ത് വെച്ച് പോയി. എനിക്ക് അവളെ വിട്ടുകളയാൻ വയ്യ. എനിക്ക് വേണം എൻ്റേത് മാത്രമായി. കണ്ണാടി കാണുന്ന തൻ്റെ പ്രതിബിംബത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൃഷ്ണയ്ക്ക് തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. അതാണ് അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നതും. അവളെ തന്നെ അംഗീകരിക്കുന്നവരെ കാത്തിരിക്കാൻ താൻ തയ്യാറാണ്. എന്തെങ്കിലും അവൾ തന്നെ സ്നേഹിച്ചു തുടങ്ങുമായിരിക്കും. അതുവരെ ഒരു ഭർത്താവിൻ്റെ യാതൊരുവിധ അധികാരത്തോടും അവളെ യാതൊരുവിധ ആദ്യവും ശപിക്കാൻ താൻ ചെല്ലുകയില്ല. അതൊക്കെ ഉള്ളിൽ ഉറപ്പിക്കുമ്പോഴും മനസ്സ് വല്ലാതെ കരയുന്നത് ശ്രീ അറിയുന്നുണ്ടായിരുന്നു. അത് കണ്ണില്ലെന്ന് നടിച്ചേ മതിയാവൂ. ഇവിടെ ഇപ്പോൾ വേറൊന്നിനും നിർവാഹമില്ല.
കുളിച്ച് വേഷം മാറി കൃഷ്ണയ്ക്കരികെ എത്തുമ്പോൾ അവൾ കരച്ചിലൊക്കെ നിർത്തി. നല്ല കുട്ടിയായിരുന്നു. ശ്രീ അമ്മയ്ക്കരികെ ചെന്ന് ചായ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നു അമ്മയുടെ ചോദ്യം. നാളെയല്ലേ മോനെ കൃഷ്ണമോളെ ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസം? അതേന്ന് മറുപടി പറയുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരാശങ്ക കലമ്പൽ കുട്ടിയെ ശ്രീ അറിഞ്ഞു. കാല് ശരിയായി കഴിഞ്ഞാൽ അവൾ ഉടനെ തിരിച്ചു പോകുമായിരിക്കുമല്ലേ? അവളെ സംബന്ധിച്ച് പറഞ്ഞാൽ താനിപ്പോൾ അവൾക്ക് ആരുമല്ല. അപ്പോൾ കൃഷ്ണ ഉടൻ തന്നെ വിട്ടു പോകുമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നതും അവൻ്റെ തൊണ്ടയിടറി. കുടിച്ചു കൊണ്ടിരുന്ന ചായ നെറുകയിൽ കയറി ശ്രീ ചുമയ്ക്കാൻ തുടങ്ങി. മുറിയിൽ കിടക്കുകയായിരുന്നു കൃഷ്ണ. അവർ തമ്മിലുള്ള സംസാരം കേട്ടു. ശ്രീ ചായ നെറുകയിൽ കയറി ചുമയ്ക്കുന്നത് അവൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ ചുമകൾ കേട്ടിട്ട് അവൾക്ക് ഓടി അവൻ്റെ അരികിലെത്തി ആ നെറുകയെ തട്ടിക്കൊടുക്കാൻ തോന്നി. അമ്മ വഴക്ക് പറഞ്ഞിട്ട് നെറുകയെ തട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമെടുത്ത് കുടിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതോടെ ചുമ നിന്നു. ശ്രീ പതുക്കെ അവിടെ കിടന്ന് കസേര വന്നിരുന്നു. അമ്മയ്ക്ക് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അടുക്കളയിൽ ഇരുന്ന് വിശ്രമിക്കാൻ കൊണ്ടിട്ടിട്ടുള്ള കസേരയാണ്. എന്തോ മനസ്സ് വല്ലാതെ വിങ്ങുന്ന പോലെ അവന് തോന്നി. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞതും സ്വയം മറന്നുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടതും അമ്മ അവനെ തട്ടി വിളിച്ചു. എന്തേ കൊച്ചിന് ചായയൊന്നും കൊണ്ട് കൊടുക്കുന്നില്ലേ? നീ ഇല്ലാത്ത കൊണ്ടാവും. മോൾക്ക് ഇന്ന് ഒന്നിനും ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല. ശ്രീ അമ്മയെ ഒന്ന് നോക്കി. മറുപടിയൊന്നും പറയാതെ പതുക്കെ എഴുന്നേറ്റ് കൃഷ്ണയ്ക്ക് ചായയും ബിസ്ക്കറ്റും എടുത്ത് അവിടെ അരികിലേക്ക് എത്തി. കൃഷ്ണ അവനെ കണ്ടതും പതുക്കെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പതുക്കെ അവനെ നോക്കി. എന്തു പറ്റി ശ്രീയേട്ടാ, ചായ നെറുകെ കയറിയോ? ശ്രീ അന്തം വിട്ട് അവളെ ഒന്ന് നോക്കി. എന്താ വിളിച്ചത്? ശ്രീയേട്ടനെന്നോ? അവന് സന്തോഷം കൊണ്ട് ഉള്ളം നിറഞ്ഞതുപോലെ തോന്നി. അവൻ കണ്ണിൽ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് ചായ എടുത്ത് അവൾക്ക് കൊടുത്തു. അവിടെ അരികിലായി അവളിലേക്ക് ചേർത്തിരുന്നു. അവൾ അവനെ നോക്കി. രണ്ട് കണ്ണുകളും ഒന്നിടഞ്ഞു. എന്തുകൊണ്ടോ കൃഷ്ണയ്ക്ക് അന്നാദ്യമായി നാണം വന്നു. പെട്ടെന്ന് അവൾ മുഖം കനച്ചു. എന്തുകൊണ്ടാണെന്നറിയില്ല, ശ്രീക്ക് എപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അവൻ പെട്ടെന്ന് ആ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു. അവളുടെ ചുണ്ടുകളിൽ ഒന്നമർത്തി ചുംബിച്ചു. കൃഷ്ണ വല്ലാതെ പിടഞ്ഞുപോയി. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യം അവൾ വല്ലാതെയായി. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത മടി തോന്നി. അവൾ നാണത്തോടെ മുഖം കുനിച്ചു. അന്നാദ്യമായി താൻ അരികിലിരുന്നാൽ നിയന്ത്രണം വിട്ടുപോകുമെന്ന് ഭയന്ന് ശ്രീ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ബൈ.